സ്നേഹമുള്ളവരെ, ഇന്ന് ഞായറാഴ്ച. ഈ ഞായറാഴ്ചയിൽ 43 ദിവസം ഇന്നേക്ക് നിങ്ങളുടെ നിയോഗം തികയുകയാണ്. ദൈവ ശുശ്രൂഷകൾക്കും നീയും മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ദൈവവേലയാണ്, ദൈവ ശുശ്രൂഷയാണ്. തെരഞ്ഞെടുത്ത മകനും മകൾക്കും മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധരുടെയും ജോലി. നമ്മൾ ഏൽപ്പിക്കുന്നു, അത് ഈശോയ്ക്ക് കൊടുക്കുന്നു. ഈശോ വഴി ദൈവം അത്ഭുതം നടത്തി തരുന്നു. വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ എന്താ ഈ പ്രഖ്യാപനം? നമ്മൾ പറയുന്ന ഈ സാക്ഷ്യങ്ങൾ ഏറ്റുപറച്ചിലാണ്. അതല്ലേ നമ്മുടെ ദൈവം? നിങ്ങൾ എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ ഞാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിലും ഞാൻ ഏറ്റുപറയും. ആമേൻ. ഇതല്ലേ മോനെ മോളെ ഞാനും നിങ്ങളെല്ലാവരും കരസ്ഥമാക്കേണ്ടത്. നമുക്കത് സാധിക്കാതെ പോയതിനോർത്ത്, നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമ്മൾ പലപ്പോഴും ഏത് പ്രാർത്ഥനകളും, ഒരുപക്ഷെ യോഗ പ്രാർത്ഥന പോലും കേൾക്കാൻ ഒരു ദിവസം സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം കൊടുത്തില്ല, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അല്ലെങ്കിലും കഴിഞ്ഞില്ല എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് വിശുദ്ധ കുർബാനയ്ക്കോ ജപമാലയ്ക്കോ കുടുംബ പ്രാർത്ഥനയ്ക്കോ എത്താൻ പറ്റിയില്ല ഇരിക്കാം. കരഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മൾ നിയോഗം എടുത്താൽ മാത്രം പോരാ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന, ബൈബിൾ പഠനം, പ്രാർത്ഥനാ ജീവിതം. തെറ്റ് തിരുത്തി ഒരു പുതിയൊരു മനുഷ്യനായി മാറാമെന്നുള്ള തീരുമാനത്തിലൂടെ മോനെ മോളെ ഇന്ന് കേൾക്കുന്നവരും നാളെ മുതൽ നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുക. കരഞ്ഞോ പ്രാർത്ഥിക്കുന്നു ഈശോ, നിലവിളിക്കുന്നു. ചേർന്ന് പാടാവോ? കണ്ണുനീരോടെ, അനുതാപക്കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് ഇന്ന് ഞായറാഴ്ച എൻ്റെ മോനെ മോളെ സാബത്ത് ദിവസം കർത്താവിൻ്റെ ആയിരിക്കേണ്ടത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി നമ്മൾ ആചരിക്കണം. അവിടെ ഈ ദിവസം ഇന്ന് വേറെ ചിന്തകളിലേക്കൊന്നും പോകാൻ പാടില്ല. ചില മക്കളോട് ചോദിച്ചാൽ, ഗവൺമെൻറ് ജോലിക്കാരോടൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്ഥിരം ജോലിയുള്ളവരോട് ചോദിച്ചാൽ ഇന്ന് ഉറക്കത്തിൻ്റെ ദിവസമാണ്, അല്ലെങ്കിൽ ടൂറ് കറങ്ങാൻ പോണ്ട ദിവസമാണ്. എല്ലാം നല്ലതാണ്, പക്ഷെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് എത്രയോ മനോഹരമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സമയത്തിൻ്റെ 0.2 ചില മണിക്കൂർ ഒരു ദിവസം ഉണ്ട് മക്കളെ. ഒരു കുർബാനയും കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസം ദൈവത്തിന് കൊടുത്ത ആ ജീവിതം ഞാനും നിങ്ങൾ മുന്നേറുമ്പോൾ മാറ്റങ്ങൾ നമ്മുടെ മേലുണ്ടാകും, അനുഗ്രഹങ്ങൾ. ദൈവം വണ്ടി വിളിച്ചു വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? വണ്ടി വിളിക്കൊന്നും വേണ്ട, ദൈവത്തിന് പറഞ്ഞെത്താൻ പറ്റും. ഹല്ലേലൂയ. ഒന്ന് വിചാരിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഒന്ന് ആയിരിക്കാൻ സാധിക്കുമ്പോൾ, ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നമുക്ക് പാടാം. കൃപകൾ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പശ്ചാത്താപ അനുതാപം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ, നിലവിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സ്തുതിച്ച മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല വിശുദ്ധരെ, കവൽ മലാഖമാരെ പ്രാർത്ഥിക്കണമേ. കർത്താവേ, ഇന്ന് സാബത്ത് ആചരിക്കുവാൻ എല്ലാവരും ആചരിക്കട്ടെ. കർത്താവേ, ഇന്ന് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. അല്ലാത്തവരെയും ആകർഷിക്കപ്പെടട്ടെ. കർത്താവെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഞായറാഴ്ച കർത്താവേ, ഇന്ന് കർത്താവേ മാതാവിൻ്റെ ഗ്രോട്ടോ വെഞ്ചിരിപ്പാണ്. എല്ലാവരും വരിക, എല്ലാവരും വരിക. ഹല്ലേലൂയ, എല്ലാവരും വരിക. അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. വെഞ്ചിരിപ്പും ഒരു നുവേനയും സാധാരണ നടക്കണ പോലെയുള്ള വണ്ടി ധ്യാനത്തിൻ്റെ ആരാധനകൾ ഉണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് ആ രീതിയിൽ അങ്ങോട്ട് പോകും. സമയത്തിന് തന്നെ തീരുന്നു. അതിനായിട്ട് നിങ്ങൾ വരാൻ പരിശ്രമിക്കുക. എല്ലാവരും വരിക. എല്ലാം പെരുന്നാളാണ് കേട്ടോ. ദൈവാത്മാവിനാൽ പെരുന്നാളിൻ്റെതായി എല്ലാം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്നതുണ്ടാവും എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ശരിയല്ലല്ലോ. ഹല്ലേലൂയ. വന്ന് കാണുക.
വന്ന് അനുഗ്രഹം മേടിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ഇത് 10 മണിക്കോ 15 മണിക്കോ കണ്ടെങ്കിലും വരിക യേശുനാമത്തിൽ. ഒരു ആമേൻ, 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 ആമേൻ. കർത്താവേ, സഹനം സഹിക്കുന്ന കഷ്ടപ്പെടുന്ന മക്കള് കർത്താവേ യേശുനാമത്തിൽ അവിടെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹനം സഹിക്കുന്ന മക്കള്, കഷ്ടപ്പെടുന്ന മക്കള്, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനേകം മക്കള് കടന്നു വരട്ടെ. ഈ നിമിഷം തന്നെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, വേദനിക്കുന്ന മക്കൾ, രോഗാവസ്ഥയിൽ കിടക്കുന്ന മക്കൾ, ഇന്നിപ്പോൾ അർത്തിങ്കിൽ ബെന്നൻ്റെ അപ്പൻ മരിച്ചു. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ബോഡി എടുക്കുന്നത്. ആ ആത്മാവിൻ്റെ പാപം ക്ഷമിക്കണമേ, നിത്യശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവെ. അർത്തിങ്കിൽ ബെന്നൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബം ആശീർവദിക്കപ്പെടട്ടെ കർത്താവെ. ആളുകളെ കൊണ്ടുവരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാ വണ്ടി വിടുന്നവരെ അനുഗ്രഹിക്കട്ടെ കർത്താവെ. ഞായറാഴ്ച എല്ലാ വണ്ടിയും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലായിരിക്കുന്നവര്, ജയിലിലായിരിക്കുന്നവര്, യാത്രയിലായിരിക്കുന്നവര്, വെള്ളത്തിലൂടെ യാത്ര, ആകാശത്തിലൂടെയുള്ള യാത്ര, കർത്താവെ, ബസ് യാത്ര, വാഹനയാത്ര, അവരെല്ലാവരും മാനസാന്തരപ്പെടട്ടെ. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറട്ടെ. വാഹനം ഓടിക്കുന്നവര്, ഷിപ്പ് നിയന്ത്രിക്കുന്നവര്, കർത്താവ്, ഷിപ്പില് ക്യാപ്റ്റൻ്റെ വേക്കൻസിയിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രയും പെട്ടെന്ന് ജോലി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ എല്ലാ മക്കളെയും ആശ്രയിക്കണമേ കർത്താവേ. ഒരു കൈ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾക്കായി കീറി മുറിക്കപ്പെട്ട അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം ദൈവമേ, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുടെ മേൽ നീട്ടണേ കർത്താവേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഈ നിമിഷം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംഗീതിൻ്റെയും സാലുവിൻ്റെയും കുഞ്ഞിന് ആ ലെൻസ് പരിപൂർണമായിട്ട് കർത്താവെ അധികം ദിവസങ്ങൾ വരാതെ എത്രയും പെട്ടെന്ന് അത് നേരേക്ക് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവെ, ശ്വാസകോശ വാൽവ് എത്രയും പെട്ടെന്ന് നേരേക്ക് കൊടുക്കണമേ കർത്താവെ. കർത്താവേ, 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 ആശീർവദിക്കണമേ. യേശുവേ, ആശീർവദിക്കണമേ. ചേർന്ന് പാടാമോ? കരഞ്ഞ കണ്ണീരോടെ, ഒരു അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ. ഈശോയേ, 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 ആശീർവദിക്കണമേ. ഈശോയേ, ആശീർവദിക്കണമേ. കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരം നമ്മുടെ മേൽ നീട്ടി ആശീർവദിക്കാൻ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. കരഞ്ഞ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ. ഇന്നത്തെ മാതാവിൻ്റെ ഗ്രോട്ടോടെ ബ്ലെസ്സിങ്, ആശീർവാദം ആയിരിക്കട്ടെ. വരുന്ന എല്ലാവരും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ആശീർവദിക്കണമേ. ഗ്രോട്ടോയെ, ആശീർവദിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. കണ്ണുകളടച്ച് മൗനമായി ഹൃദയം തുറന്ന് മനസ്സ് കഥാവിലേക്ക് ഉയർത്തി. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ പ്രാർത്ഥന, മാതാവിൻ്റെ മധ്യസ്ഥം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ആമേൻ.